ജമ്മു കാശ്മീരിൽ സോനാമാർഗ് ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇസഡ് മോർ ടണൽ എന്നും അറിയപ്പെടുന്ന പാത തുറക്കുന്നതോടെ ശ്രീനഗറിനും സോനാമാർഗിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സോനാമാർഗ് ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. ധോണി, ജമ്മു കാശ്മീരിൽ സോനാമാർഗ് ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏറെ സുപ്രധാനമായ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ ഏറെ നിർണായകമായ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിന്റെ കാലാവസ്ഥ സംബന്ധിച്ച് നമുക്കറിയാം, 6 മാസത്തോളം ഏകദേശം കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ തന്നെ അതിർത്തി മേഖലയിലേക്ക് റോഡ് വഴി സഞ്ചാരം, അത് സൈനിക വാഹനങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും പ്രതിരോധ മേഖലയിലെ നീക്കങ്ങൾക്കും ഒപ്പം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും യാത്ര ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം പോലും സോജില പാസിലും സോനാമാർഗ് മേഖലയിലും ഉണ്ടാകും. അതിന് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോനാമാർഗ് ടണൽ നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇസഡ് മോർ ടണൽ എന്നും അറിയപ്പെടുന്ന ഈ ടണൽ യാത്ര ആരംഭിക്കുന്നതോടുകൂടി അതുവഴിയുള്ള യാത്രയിലൂടെ ശ്രീനഗറിൽ നിന്നും കാർഗിലിലേക്കുള്ള യാത്രാ സമയം കുറയും. ഒപ്പം മഞ്ഞുവീഴ്ച കാരണമുള്ള യാത്ര തടസ്സപ്പെടുന്ന സംഭവങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ടണലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ശേഷം തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ടണലിനുള്ളിൽ സഞ്ചരിക്കുകയും അവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ നോക്കിക്കാണുകയും അത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, കൂടാതെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള നേതാക്കളുമുണ്ട്. ഈ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ആ ടണലും അതിന്റെ പരിസര പ്രദേശങ്ങളും വീക്ഷിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സോനാമാർഗിലെ പൊതുപരിപാടിയിൽ, ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാവിലെ മുതൽ തന്നെ സോനാമാർഗിൽ പൊതുപരിപാടി നടക്കുന്ന വേദിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട്. അതിന്റെ വലിയ ജനക്കൂട്ടം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കുന്നതിനായി ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ജനങ്ങളെ, പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. തീർച്ചയായും ജമ്മു കാശ്മീരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഇവയെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച്, അതിർത്തി മേഖലയെ സംബന്ധിച്ച് നിർണായകമായൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഭാരതം പൂർത്തിയാക്കിയിട്ടുള്ളത്. കാർഗിലിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് സോജില പാസ് മേഖലയിൽ സോനാമാർഗ് ടണൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇസഡ് മോർ ടണൽ എന്നറിയപ്പെടുന്ന ഈ ടണലിന്റെ ഏറ്റവും പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ആ ടണൽ നിർണായകമാകുന്നത് ഏത് കാലാവസ്ഥയിലും ശ്രീനഗറിൽ നിന്ന് കാർഗിലിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. മഞ്ഞുവീഴ്ച കാരണം ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാനാകും. ഇത് കാരണം പ്രതിരോധ മേഖലയിൽ പ്രതിരോധ നീക്കത്തിന്, സൈനിക നീക്കത്തിന് കൂടുതൽ അത് സഹായിക്കും. ഒപ്പം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് അതിന് വലിയ സഹായകമാകും. ഇപ്പോൾ ആ ടണൽ നിർമ്മിച്ച നിർമ്മാണ തൊഴിലാളികളുമായി, അതിൽ പങ്കാളികളായിട്ടുള്ള, ഈ ടണൽ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള തൊഴിലാളികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും നിർമ്മാണ തൊഴിലാളികളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും പൊതുപരിപാടി നടക്കുന്ന വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രോഹിണി. ശരി ജിഷ്ണു. ജമ്മു കാശ്മീരിലെ സോനാമാർഗ് ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ടണൽ വീക്ഷിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പൊതുസമ്മേളനത്തെ അല്പസമയം കഴിയുമ്പോൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി